ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലരാണല്ലേ. എന്നാൽ നമ്മുടെ വാഹനത്തിന്റെ സ്ഥിതിയോ? മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന് സമാനമാണ് വാഹനങ്ങളിലെ എഞ്ചിൻ. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കൂടെ നിങ്ങളുടെ വാഹനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നു. ഹിയർ പ്രസന്റിംഗ് മാക്ഡ്രൈവ് നാനോ എനർജൈസർ. ഒരു യുണീക് റെവല്യൂഷണറി ടെക്നോളജിയാണിത്. എഞ്ചിൻ ഓയിൽ അഡിറ്റീവായ മാക്ഡ്രൈവ് നാനോ എനർജൈസർ വാഹനങ്ങളുടെ എഞ്ചിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. എഞ്ചിൻ ഓയിലിന്റെ കൂടെ ഇത് ഉപയോഗിക്കുമ്പോൾ എഞ്ചിൻ ഒരു പ്ലാറ്റിനം സെറാമിക് കോട്ടിംഗ് നൽകുന്നു. ഇത് നോയിസ് കുറയ്ക്കാനും വൈബ്രേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. എഞ്ചിൻ കംപ്രഷൻ കൂട്ടുക വഴി ഇന്ധനത്തിന്റെ ഉപയോഗം 15% വരെ കുറയ്ക്കുന്നു. ഇന്ധനത്തിന്റെ വില കുത്തനെ ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ മാക്ഡ്രൈവ് നാനോ എനർജൈസർ സഹായിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുമുള്ള അപകടകരമായ പൊളൂട്ടിംഗ് എമിഷൻസ് 70% വരെ കുറയ്ക്കുന്നു. ഒരു സിംഗിൾ കോട്ടിംഗ് 30,000 മുതൽ 40,000 കിലോമീറ്റേഴ്സ് വരെ നീണ്ടു നിൽക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വാഹനങ്ങളെ നിരന്തരമായി വർക്ക്ഷോപ്പുകളിൽ കയറിയിറക്കി പണവും സമയവും ചിലവഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെസ്റ്റാണ് എഞ്ചിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത്. ഇതിലെ 20 നാനോമീറ്റർ മാത്രം സൈസ് വരുന്ന പ്ലാറ്റിനത്തിന്റെയും സിർക്കോണിയത്തിന്റെയും പൗഡർ എഞ്ചിന് 5 ഇരട്ടി സ്ട്രോങ്ങും സ്റ്റീലിനേക്കാളും 20 ഇരട്ടി സ്മൂത്തുമാക്കുക വഴി എഞ്ചിൻ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നു. ഇത് എഞ്ചിനെ 0.6 മൈക്രോൺ കോട്ടിംഗ് നൽകി റിപ്പയർ ചെയ്യുന്നു. ഇതിലെ പ്ലാറ്റിനം ഫ്രിക്ഷൻ കുറയ്ക്കുകയും സിർക്കോണിയം എനർജി നഷ്ടപ്പെടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി എഞ്ചിന്റെ എഫിഷ്യൻസി 16% മെച്ചപ്പെടുത്തുന്നു. എഞ്ചിൻ ഓപ്പൺ ആക്കാതെ BS4 എഞ്ചിനെ BS6 എഞ്ചിനാക്കി മാറ്റാനുള്ള ലോകത്തിലെ വൺ ആൻഡ് ഓൺലി ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. മാക്ഡ്രൈവ് നാനോ എനർജൈസർ പ്രകൃതിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഏകദേശം ഒരു വാഹനം വർഷത്തിൽ 4600 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ഇത് വലിച്ചെടുക്കാൻ ഏകദേശം 220 പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ ആവശ്യമാണ്. ഇവിടെയാണ് മാക്ഡ്രൈവ് നാനോ എനർജൈസറിന്റെ പ്രസക്തി. വർഷത്തിൽ വാഹനങ്ങളുടെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ 20% വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുവഴി വാഹനത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും നമുക്ക് പങ്കാളിയാവാം. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയെന്ന് നോക്കാം. കാർ, ബൈക്ക്, ബസ്, ട്രക്ക് എന്നിങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും മാക്ഡ്രൈവ് നാനോ എനർജൈസർ ഉപയോഗിക്കാം. ഇൻഡസ്ട്രികളിലുള്ള ജനറേറ്റേഴ്സ്, കംപ്രസേഴ്സ് എന്നിങ്ങനെയുള്ളവയിലും ലൂബ്രിക്കന്റായും ഉപയോഗിക്കാം. വാഹനം 10 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നാനോ എനർജൈസർ ഒരു 50 തവണയെങ്കിലും നന്നായി കുലുക്കിയതിനു ശേഷം ഓയിൽ ഫില്ലർ ക്യാപ്പ് തുറന്ന് പതുക്കെ ഒഴിക്കാം. ശേഷം 30 കിലോമീറ്റർ ഓടിക്കുകയോ 20 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കുകയോ ചെയ്യുക. 2 വീലേഴ്സോ 3 വീലേഴ്സോ ആണെങ്കിൽ അടുത്ത 400 കിലോമീറ്ററിനുള്ളിൽ എഞ്ചിൻ ഓയിൽ മാറ്റരുത്. 4 വീലേഴ്സ് ആണെങ്കിൽ 1200 കിലോമീറ്ററും ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ആണെങ്കിൽ 3000 കിലോമീറ്ററിന്റെ ഉള്ളിലും എനർജൈസർ ഉപയോഗിച്ചതിനു ശേഷം എഞ്ചിൻ ഓയിൽ മാറ്റാതെ ഇരിക്കുക. ഇതിന്റെ ഓരോ കണികകൾക്കും 20 നാനോമീറ്റേഴ്സ് മാത്രമാണ് സൈസ്. അതുകൊണ്ട് തന്നെ 1000 നാനോമീറ്റർ വരെ വലുപ്പം വരുന്ന ഓയിൽ ഫിൽറ്റേഴ്സിനെ തടസ്സപ്പെടുത്തുമോ എന്ന വേവലാതിയും വേണ്ട. നാനോ എനർജൈസറിന് 14 വർഷത്തെ പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡുണ്ട്. ഇത്രയെല്ലാം എഫിഷ്യൻസി ഉണ്ടായിട്ടും എന്തുകൊണ്ട് മെക്കാനിക് സർവീസ് സെന്ററുകളും ഓട്ടോമൊബൈൽ കമ്പനീസും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണല്ലേ. കാരണം മറ്റൊന്നുമല്ല, നാനോ ടെക്നോളജിയെ കുറിച്ചുള്ള അവബോധം വളരെ കുറവാണ്. കൂടാതെ മെയിന്റനൻസും സർവീസ് സെന്റർ വിസിറ്റിംഗും കുറയുന്നത് മൂലം സ്പെയർ പാർട്ട് സെയിൽ ബിസിനസിനെ ബാധിക്കുന്നു. എന്നിരുന്നാലും ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ലീഡിംഗ് വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ആയ ഓഡി, മെർസിഡസ് ബെൻസ്, വോൾവോ, ടൊയോട്ട, ഹോണ്ട, ഹ്യൂണ്ടായ് എന്നീ കമ്പനീസിൽ നിന്നെല്ലാം മാക്ഡ്രൈവ് നാനോ എനർജൈസർ സർട്ടിഫൈഡ് ആണ്. ഇൻ ഷോർട്ട്, മാക്ഡ്രൈവ് നാനോ എനർജൈസർ ഇന്ധനത്തെ 5 മുതൽ 20% വരെ ലാഭിക്കാൻ സഹായിക്കുന്നു. എഞ്ചിനെ സ്മൂത്ത് ആക്കുന്നതോടൊപ്പം 10 മുതൽ 30% വരെ പവർ അപ്പ് ചെയ്യുന്നു. അതോടൊപ്പം മൈലേജ് ബെറ്റർ ആക്കുന്നു. 10 മുതൽ 25% വരെ പൊള്യൂഷനും വൈബ്രേഷനും കുറയ്ക്കുന്നു. ഒരൊറ്റ ഉപയോഗം 30,000 കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വാഹനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക വഴി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും പങ്കാളിയാവുക. ബി ഹെൽത്തി, വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.